പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. റഷ്യക്കെതിരെ യുഎസ് കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ട്രംപിനെ ചൊടിപ്പിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് രോക്ഷം പ്രകടിപ്പിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ അതൃപ്തി നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും റഷ്യക്കെതിരെ കാര്യമായ നടപടികൾ ഒന്നും എടുത്തിട്ടില്ലെന്ന ഒരു പോളിഷ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യമാണ് ഈ പ്രതികരണങ്ങൾക്ക് കാരണം. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് നടപടിയൊന്നും എടുത്തില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് ട്രംപ് അതിശക്തമായി പ്രതികരിച്ചു. ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യക്ക് മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തിയത് ഒരു നടപടിയായി കണക്കാക്കാൻ സാധിക്കില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ഇത് റഷ്യക്ക് നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കിയെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇതിനെയാണോ നിങ്ങൾ നടപടിയില്ലെന്ന് പറയുന്നത്? ഞാൻ ഇതുവരെ രണ്ടാം ഘട്ടമോ മൂന്നാം ഘട്ടമോ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ജോലി കണ്ടെത്തേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇക്കാര്യം താൻ 2 ആഴ്ച മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ചൈനയുടെ സൈനിക പരേഡിൽ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനൊപ്പം പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും പങ്കെടുത്തതിനെ കുറിച്ചും മോസ്കോയ്ക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടോ എന്നും ചോദിച്ചപ്പോൾ ശരിയാണ്, ഇന്ത്യയുടെ കാര്യത്തിൽ ഞാൻ അത് ഇതിനകം ചെയ്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ അത് ചെയ്യും എന്ന് അദ്ദേഹം മറുപടി നൽകി. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ 25% പിഴത്തീരുവയടക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവയാണ് US നിലവിൽ ചുമത്തുന്നത്. ഈ വിഷയത്തിൽ ട്രംപിന്റെ നിലപാടുകൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമെന്ന നിലയിൽ USന്റെ ഈ നീക്കം നയതന്ത്രപരമായി വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യക്ക് തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യയുമായി സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നയതന്ത്രപരമായ പ്രതികരണങ്ങൾ നിർണായകമാകും. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള US ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ഉപരോധങ്ങൾ. എന്നാൽ ഇത് മറ്റു രാജ്യങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് ഒരു പ്രധാന ചോദ്യമാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ USന്റെ വിദേശ നയത്തിന്റെ കർക്കശ്യം വ്യക്തമാക്കുന്നു. തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കാനുള്ള USന്റെ ശ്രമങ്ങളുടെ ഉദാഹരണമായി ഇതിനെ കാണാം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു പ്രധാന ആയുധമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകും. റഷ്യയുമായുള്ള ഊർജ്ജ സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് ഉറച്ചതാണോ അതോ US സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ US ഇന്ത്യ ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമാകുമോ എന്നും വിലയിരുത്തേണ്ടതുണ്ട്. ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ശക്തമായ സ്വാധീനം വ്യക്തമാക്കുന്ന ഒന്നാണിത്. എതിർ ശബ്ദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സാധാരണക്കാർക്കിടയിൽ പോലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ US വിദേശ നയത്തിൽ ട്രംപിന്റെ മുൻഗണനകൾ വ്യക്തമാക്കുന്നു. ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അദ്ദേഹം എങ്ങനെ നയതന്ത്ര ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ സൂചനകൾ ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പോളണ്ടുമായുള്ള നയതന്ത്ര ചർച്ചകൾക്കിടയിൽ ട്രംപ് മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്നാൽ റഷ്യക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന റഷ്യൻ എണ്ണ വ്യാപാരത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ തയ്യാറല്ലാത്തത് US പ്രസിഡന്റിനെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നൽകുന്ന സൂചന. ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്തിയെന്ന ട്രംപിന്റെ പ്രസ്താവനയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ഔദ്യോഗിക രേഖകളിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല. ഒരുപക്ഷെ റഷ്യക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കാൻ US ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി ഉയരാൻ അത് കാരണമാകും. അതിന്റെ ആഘാതം എല്ലാ രാജ്യങ്ങളിലും എത്തുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളുടെ നിലപാടുകളും ശ്രദ്ധേയമാകും. US ഇന്ത്യ ബന്ധവും റഷ്യ ഇന്ത്യ ബന്ധവും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ സംഭവങ്ങൾ USന്റെ ആഗോള നയതന്ത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ രാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള USന്റെ ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ ഭാവി. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള വലിയ സാമ്പത്തിക ശക്തികൾക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എടുക്കുന്ന നിലപാടുകളും നിർണായകമായിരിക്കും. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഒരു താക്കീത് കൂടിയാണ്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും തയ്യാറാവണമെന്ന വ്യക്തമായ സന്ദേശമാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്.